ജോ ബൈഡൻ കൊല്ലപ്പെട്ടു. ജോ ബൈഡൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അമേരിക്കൻ മുൻ പ്രസിഡന്റ്. അതെ. ജോ ബൈഡൻ 2020 കൊല്ലപ്പെട്ടു. 2024 ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ ജോ ബൈഡൻ. വിശ്വസനീയമാണല്ലേ? പക്ഷേ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരാൾ പറഞ്ഞാലോ, ആര് പറഞ്ഞാൽ വിശ്വസിക്കും? ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ജോ ബൈഡൻ എന്ന ജോസഫ് ആർ ബൈഡൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. പക്ഷേ എലിമിനേറ്റ് ചെയ്യാൻ ഇല്ലാതാക്കപ്പെട്ടു. പകരം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ 2024 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ അല്ല. അത് ജോ ബൈഡൻ്റെ ഒരു റോബോട്ടിക് ക്ലോണാണ്. ക്ലോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോളി എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിനെ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ആടിൻ്റെ കോശത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു സെല്ല് കിട്ടിയാൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയതാണ് ഡോളി എന്ന് പറഞ്ഞ ചെമ്മരിയാടിനെ. ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ പ്രിയൻ്റെയോ ഒരു സെല്ല്, ഒരു മുടി കിട്ടിയാൽ മതി, അതിൽ നിന്ന് DNA എടുത്ത് അതിനെ വേർതിരിച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രതിപുരുഷന്മാരെ ഉണ്ടാക്കാം. ഹിറ്റ്ലറുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം കിട്ടിയാൽ അതിൽ നിന്ന് ഒരു സെല്ലെടുത്തിട്ട് ക്ലോൺ ചെയ്തുണ്ടാക്കാം. അതുകൊണ്ട് ക്ലോണിംഗ് പരീക്ഷണം ഒരു എത്തിക്കലല്ല എന്ന് കണ്ട് ലോകം നിരോധിച്ചിരിക്കുകയാണ്. ധാർമ്മികമായ ക്രൈസ്തവ സഭയൊക്കെ പറയുന്നുണ്ട് അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ദൈവദത്തമാണ്, അല്ലെങ്കിൽ പ്രകൃതി ആണ് ജീവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യൻ അത് സൃഷ്ടിക്കാൻ അവകാശമില്ല എന്നൊക്കെ തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എന്നിട്ട് വീണ്ടും ട്രംപ് പറയുകയാണ്, ജോ ബൈഡൻ്റെ കാലത്ത് ഒരുപാട് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഈ ഉത്തരവുകളൊന്നും ജോ ബൈഡൻ ഇറക്കിയതല്ല. ഓട്ടോപ്പൻ എന്നൊരു സംവിധാനമുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ഒപ്പ് സ്വയം ഇടുന്ന ഒരു പേന എന്ന് പറയാം, ഓട്ടോപ്പൻ. ലളിതമായ നിർവചനമാണ്. അപ്പോൾ വലിയ വോള്യങ്ങളുള്ള പേപ്പറുകളിലൊക്കെ ഒപ്പിടേണ്ടി വരുന്നതിന് വേണ്ടി ലോകത്തെ ഭരണാധികാരികളൊക്കെ ഓട്ടോപ്പൻ ഉപയോഗിക്കാറുണ്ട്. ജോ ബൈഡൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ഉത്തരവുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസിൽ, പ്രസിഡന്റ് ഓഫീസിൽ, ഓവൽ ഓഫീസിൽ ഒരു സംഘം ഓട്ടോപ്പൻ ഉപയോഗിച്ച് ഒപ്പിട്ടിറക്കിയിരിക്കുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ആയ ട്രൂത്ത് സോഷ്യലിൽ മറ്റൊരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കങ്ങനെ അവിശ്വസനീയമാണെന്ന് കരുതേണ്ട കാര്യമുണ്ട്. ഇതിപ്പോൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. ഇപ്പം വടക്കൻ കൊറിയൻ പ്രസിഡന്റ് കിമ്മിനെ പോലെ 7 പേരുണ്ടെന്നാണ് പറയുന്നത്. ചില സമയത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കിം ഒറിജിനൽ കിം അല്ല, മറ്റൊരാളെ, അയാളുടെ രൂപസാദൃശ്യമുള്ള, അയാളെപ്പോലെ നടക്കുന്ന, അയാളെപ്പോലെ സംസാരിക്കുന്ന മറ്റൊരാളെയാണ് പലയിടത്തേക്കും അയക്കുന്നത്. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് ടൂർ പോവുക, കിമ്മിന് ഭയങ്കര പേടിയാണല്ലോ, അതുകൊണ്ട് കിം വിമാനത്തിൽ പോകത്തില്ല, കിമ്മിന് സഞ്ചരിക്കാൻ വേണ്ടി ട്രെയിനാണ്. അങ്ങനെ കിം പോകത്തില്ല. ഇനി എവിടെയെങ്കിലും പോകും, ഇപ്പോൾ അമേരിക്കയിലേക്ക് കിമ്മിനെ, ബദ്ധവൈരികളാണല്ലോ അമേരിക്കയും വടക്കൻ കൊറിയയും, കിമ്മിനെ ക്ഷണിച്ചു. കിം പോകാൻ തീരുമാനിച്ചു. കിം അവിടെ വരുന്നു, ട്രംപുമായിട്ട് കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, വൈൻ കുടിക്കുന്നു, കരാറുകൾ ഒപ്പിടുന്നു ഒക്കെ നമ്മൾ വിഷ്വൽസ് കാണും. പക്ഷെ പോകുന്നത് കിം ആയിരിക്കത്തില്ല, മറ്റൊരാളായിരിക്കും. സ്റ്റാലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുണ്ടായിരുന്നു. ഒറിജിനൽ സ്റ്റാലിൻ വല്ലപ്പോഴും നമ്മൾ കാണുള്ളൂ. പലയിടത്തും കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാലിനാണ്. അത് ക്ലോൺ ആയിരുന്നില്ല. സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ ലോകത്തെ പല നേതാക്കന്മാർ അവരുടെ ഡമ്മികളെ രംഗത്തിറക്കി. കാരണം ഇവർ ഒരുപാട് വലിയ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ആളുകൾക്ക് വലിയ ഭീരുക്കളും കൂടിയായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പറയുന്നത് ബൈഡൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു 2020 തന്നെ. പിന്നെ 4 വർഷം അമേരിക്ക ഭരിച്ചത് ഈ വേർഡ് ഉപയോഗിക്കുന്നു ട്രംപ്, അതായത് റോബോട്ടിക് ക്ലോണാണ്. അപ്പോൾ മനുഷ്യനുമല്ല, ഒന്നുമല്ല, റോബോട്ടിൻ്റെ സ്വഭാവമുള്ള റോബോട്ട് എന്ന് പറഞ്ഞാൽ, റോബോട്ടിക് ക്ലോൺ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, റോബോട്ട് എന്താണ്? റോബോട്ട് സ്വന്തം ഇച്ഛയ്ക്കല്ല ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, മനുഷ്യൻ സെറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് റോബോട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്തെല്ലാം അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് റോബോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലോണാണ് നമ്മൾ ബൈഡനായിട്ട് കണ്ടത്. ആ ക്ലോൺ ആവട്ടെ ഒരു റോബോട്ടിനെ പോലെ ഫീഡ് ചെയ്ത് എന്തെല്ലാം ചെയ്യണമെന്ന് ആ ക്ലോണിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബൈഡൻ്റെ ക്ലോണിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ബൈഡന് ഒരു പാൻക്രിയാസ് ക്യാൻസർ ഉണ്ടായിരുന്നു. പാൻക്രിയാസ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ബൈഡൻ പുറത്ത് വന്നപ്പോൾ മീഡിയ ചോദിച്ചു, എങ്ങനെയുണ്ട് ആരോഗ്യം? ഐ ആം ഫീലിംഗ് ഗുഡ് എന്നാണ് ബൈഡൻ പറഞ്ഞത്. എന്നിട്ട് ബൈഡൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വിട്ടു. ഉടനെ ട്രംപ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഫേക്കാണ്,
ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് പഴയതാണ്, ഇത് വ്യാജമാണ് എന്ന് ഒരാൾ, തൻ്റെ മുൻഗാമിയായിരുന്ന പ്രസിഡന്റ്, തനിക്ക് ആരോഗ്യപരമായി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അതൊന്നും ശരിയല്ല. ഇതൊക്കെ പഴയ റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് കുഴപ്പമുണ്ടെന്ന് പറയലാണല്ലേ. അതെ, ഈ പുട്ടിന് പ്രാന്താണെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ടപ്പോൾ തോന്നുന്നു ട്രംപിനാണ് വട്ട്, പുട്ടിനല്ലാതാണ്. അല്ല, ഏതായാലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. ഈ ബൈഡന്റെ മനോനില ഒക്കെ നമ്മൾ കണ്ടു, ബൈഡൻ വായിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ തെറ്റിപ്പോകുന്നു, അങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം പോകുന്നതൊക്കെ. അതൊക്കെ വോട്ടോപ്പൻ ഉപയോഗിച്ചിട്ടാണ് ഒക്കെ ചെയ്തിരുന്നതൊക്കെ പറഞ്ഞ് ഈ തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോൺസ്പിറസി തിയറിയാണ്, ഒരുപാട് തിയറി ഉണ്ട്. ഇപ്പം അങ്ങനെ ഇനി ബൈഡനെ എലിമിനേറ്റ് ചെയ്തെങ്കിൽ ആരാണ് ബൈഡനെ കൊന്നത്, ഇല്ലാതാക്കിയത്? എന്നിട്ട് ആരാണ് റോബോട്ടിക് ക്ലോണിനെ ഉണ്ടാക്കിയത്? എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോപ്പൻ ഉപയോഗിച്ചിട്ട് ബൈഡനെ കൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഈ ഉത്തരവുകൾ മുഴുവൻ ഇറക്കിയതാരാണ്? ഇത് ഈ ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോൺസ്പിറസി തിയറിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് ആണോ ചെയ്യിച്ചുകൊണ്ടിരുന്നത്? ചോദ്യം വലുതാണ്. അതെ. അപ്പോൾ ഇതിൽ വലിയ അത് എൻ്റെ ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഒട്ടും ആധികാരികത ഇല്ലാതെ പറയുമോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. പക്ഷെ ട്രംപ് ആയതുകൊണ്ട് പ്രിയൻ പറഞ്ഞതുപോലെ ഒരു സംശയം വരുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കോൺസ്പിറസി തിയറി എക്കാലത്തും ഇങ്ങനെ ട്രംപ് പറയാനാണ്. ട്രംപ് എക്കാലത്തും വൈറ്റ് ഹൗസിലിരുന്ന് പറയുന്ന പലതും പിച്ചും പെയ്യും പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഇങ്ങനെ പറയും, അതല്ല അദ്ദേഹത്തിന് ചുറ്റും ഇരുന്ന് ഒരു സംഘം അനുവാചകർ, അനുയായി വൃന്ദങ്ങൾ കൈയടിക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ടായി. ഓവൽ ഓഫീസിൽ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് വന്നു, ദക്ഷിണ ആഫ്രിക്കയുടെ പ്രസിഡന്റ് വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് പെട്ടെന്നൊരു പടം എടുത്തിട്ട് വിളിച്ചു, കണ്ടോ ഇത് നിങ്ങളുടെ സൗത്ത് ആഫ്രിക്കയെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃഷിക്കാരുണ്ട്, കൃഷിക്കാരായ വെള്ളക്കാരായ സൗത്ത് ആഫ്രിക്കക്കാരുണ്ട്, അവരെയൊക്കെ ജനോസൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പടം എടുത്ത് കാണിച്ചു. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ഞെട്ടിപ്പോയി. ആ പടം കോങ്കോയിൽ നിന്നുള്ള പടമായിരുന്നു. കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന ഒരു അക്രമ സംഭവത്തിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് നിങ്ങളുടെ രാജ്യത്ത് വെള്ളക്കാരായ കൃഷിക്കാരെ കൂട്ടക്കൊല ചെയ്യുകയാണെന്ന് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് നേരെ ട്രംപ് പറഞ്ഞു. അയാൾ ഞെട്ടിപ്പോയി. പക്ഷേ അത് ഫേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയും ഒന്നുമില്ലാതെ വായി തോന്നിയത് പറയുന്ന ഒരാളായിട്ട് ട്രംപ് പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പറഞ്ഞ് ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ട് ഇയാൾ പിന്നെ പറഞ്ഞിട്ട് ഞാനാണ് ബഷീറിൻ്റെ കഥാപാത്രത്തെ പോലെ പറയുകയാണ്. അപ്പോൾ ട്രംപിന് എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നൊരു സംശയം. പ്രിയം പറഞ്ഞതുപോലെ നമുക്ക് 2 തരത്തിലെടുക്കാം. ഒന്ന്, ലോകത്ത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഭരണാധികാരിയെ മാറ്റിയിട്ട് വേറെ ആളുകളെ വെക്കുന്ന സംഭവങ്ങൾ കൊറിയയുടെ കാര്യത്തിൽ, സോവിയറ്റ് യൂണിയൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ഒന്നെങ്കിൽ ഉണ്ടാവാം. ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കോൺസ്പിറസി, ഇല്യൂമിനാറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺസ്പിറസി തിയറിയുടെ ഭാഗമായി ഒരു പക്ഷേ നമ്മൾ കണ്ടത് ട്രംപ് പറഞ്ഞതുപോലെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട, ക്ലോൺ ചെയ്തെടുക്കപ്പെട്ട ഒരു ബൈഡൻ ആയിരിക്കാം. അല്ലെങ്കിൽ ട്രംപ് പിച്ചും പെയ്യും പറയുന്ന പ്രിയം പറഞ്ഞ പോലെ ട്രംപിന് വട്ടാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ആദ്യ ടൈമിൽ, ട്രംപിൻ്റെ ആദ്യത്തെ ടൈം 2019 അല്ലേ, ആ സമയത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്ന മിസ്ലീഡ് ചെയ്യുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, വ്യാജമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നതിൽ, കള്ളം പറയുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു ട്രംപ്. അതായത് 30,573 വ്യാജ സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രംപ് 4 വർഷം കൊണ്ട് നടത്തിയിരുന്നു എന്നാണ് അമേരിക്കയിലൊരു പഠനം പറയുന്നത്. 30,570 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി 21 കള്ളം പറയരുത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു ദിവസം 21 കള്ളങ്ങൾ വെച്ച് ഈ 4 വർഷക്കാലം ട്രംപ് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്പിറസി ദിവസം 21 കള്ളങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണെന്ന് നോക്കണം. അപ്പോൾ ഈ കോൺസ്പിറസി തിയറി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ന്യൂയോർക്ക് ടൈംസ് ഇതൊരു പഠനം നടത്തിയിട്ട് 2024 6 മാസം, ആദ്യത്തെ 6 മാസത്തിനിടെ ട്രംപ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവനകളുണ്ട്. ഇപ്പോൾ ഓവൽ ഹൗസിൽ പത്രക്കാരെ വിളിച്ചിട്ട് പുള്ളി ഗംഭീര പത്രസമ്മേളനം നടത്തും. അതിൽ 330 എണ്ണം വ്യാജമായിരുന്നു. അപ്പം കള്ളപ്രചാരണം നടത്താൻ ഒരു രസം കണ്ടുപിടിക്കുന്ന ആളാണോ ട്രംപ്? ഒന്നെങ്കിൽ ട്രംപിന് എന്താണ്, അല്ലെങ്കിൽ ട്രംപ് മനഃപൂർവ്വം കള്ളം പറഞ്ഞ് രസം പിടിക്കുക. അതുമല്ലെങ്കിൽ ഇനി ട്രംപാണോ ഒരു ക്ലോൺ? അതെ, അങ്ങനെ വന്നൂടെ? യഥാർത്ഥ ട്രംപിനെ
ആളുകൾ ഫിനിഷ് ചെയ്തു. എന്നിട്ട് മറ്റൊരാളെ, ഒരു കോമാളിയെ ട്രംപിൻ്റെ വേഷം കെട്ടിച്ചിരുത്തിയിരിക്കുകയാണോ? അങ്ങനെ വന്നൂടെ? അങ്ങനെ വരാം. അപ്പോൾ ഏതാണ് ഇപ്പോൾ പണ്ടപ്പോൾ ജഗതി എനിക്കാണോ ഭ്രാന്ത്? ജഗതി അല്ലല്ലോ, സലീം കുമാർ എനിക്കാണോ ഭ്രാന്ത്, കാണോ ഭ്രാന്ത്, ഈ ലോകത്തിനാണോ ഭ്രാന്ത്? എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഓവൽ ഓഫീസിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി ഇതൊന്നുമല്ല, ട്രംപ് പറഞ്ഞതാണോ ശരി? ജോ ബൈഡനെ 2020 എലിമിനേറ്റ് ചെയ്തിട്ട് 4 വർഷം അമേരിക്ക ഭരിച്ചത് ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കിയ ഒരു റോബോട്ടിക് ക്ലോൺ ആണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓ, മൊത്തത്തിൽ ഒരു കുഴപ്പമായല്ലോ. മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.